2003 ഡിസംബർ 3 ബാംഗ്ലൂരിൽ 27 വയസ്സുള്ള ഗിരീഷും 21 വയസ്സുള്ള ശുഭയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നു. അങ്ങനെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് 3 ദിവസത്തിനു ശേഷം വൈകുന്നേരം ശുഭ ഗിരീഷിനോട് ഒരു ഡിന്നറിന് പോകാമെന്ന് പറയുന്നു. ഗിരീഷ് ആകട്ടെ അതിന് ഓക്കെയും പറഞ്ഞു. അവൻ അവളെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാനായി തൻ്റെ ബൈക്കിലാണ് വന്നത്. പിന്നീട് അവർ ഇരുവരും ചേർന്ന് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കുറേ സമയം ചെലവഴിച്ചു. വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ശുഭ തനിക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണാൻ ഇഷ്ടമാണെന്നും അതുകൊണ്ട് നമുക്ക് അതുകൂടെ കണ്ടിട്ട് വീട്ടിലേക്ക് പോയാലോ എന്നും ചോദിക്കുന്നു. ഗിരീഷ് ആകട്ടെ അതിന് സമ്മതിക്കുകയും ചെയ്തു. കോറമംഗല സിറ്റിയിലെ വിമാനത്താവളത്തിലേക്ക് അവർ ഇരുവരും പോകുന്നു. അവരവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം രാത്രി 9:30 ആയിരുന്നു. പക്ഷേ അപ്പോഴും പാവം ഗിരീഷ് തൻ്റെ മരണം അടുക്കാറായി എന്ന് അറിയുന്നേ ഉണ്ടായിരുന്നില്ല. ഇരുട്ടുള്ള സ്ഥലമായിരുന്നെങ്കിലും അവർക്ക് അവിടെ നിന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന കാഴ്ചകൾ നന്നായി കാണാൻ സാധിച്ചു. പക്ഷേ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് 2 വ്യക്തികൾ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അവരാകട്ടെ കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പ് വടി ഉപയോഗിച്ച് ഗിരീഷിന്റെ തലയിൽ ആഞ്ഞടിക്കുന്നു. അതിനുശേഷം ശുഭയടിക്കാനായി അവർ വരുന്ന സമയത്ത് ഒരു വാഹനം എതിരെ വരുന്നുണ്ടായിരുന്നു. അത് കാരണം അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. നടന്നതൊക്കെ കണ്ടതെന്ന് ശുഭ ഏതാണ്ട് മരവിച്ച അവസ്ഥയിലായിരുന്നു. അവൾ ഗിരീഷിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന സമയത്ത് അവന്റെ തലയിൽ നിന്ന് ധാരാളം രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ശുഭ അലറിക്കരയാൻ തുടങ്ങി. പക്ഷേ അവൾ ധൈര്യം സംഭരിച്ച് ആരെങ്കിലും ഹെൽപ്പിന് കിട്ടുമോ എന്ന് നോക്കാൻ തുടങ്ങി. അതുവഴി പോയ പല വണ്ടികൾക്കും അവൾ കൈ കാണിച്ചെങ്കിലും ആരും വാഹനം നിർത്തിയില്ല. അതിന്റെ കാരണം ഇരുട്ടുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ആക്സിഡന്റ് പറ്റി എന്ന് പറഞ്ഞ് അഭിനയിച്ച് അവരെ രക്ഷിക്കാൻ ആരെങ്കിലും വണ്ടി നിർത്തി കഴിഞ്ഞാൽ ആ വണ്ടിയിലുള്ളവരെ ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും തട്ടുന്നത് പതിവാണ്. അത് പേടിച്ചിട്ടാണ് ആരും വാഹനം നിർത്താതെ ഇരുന്നത്. പക്ഷേ ശുഭയുടെ ഭാഗ്യത്തിന് കുറച്ച് സമയത്തിന് ശേഷം ഒരു വൃദ്ധ ദമ്പതികൾ വാഹനം നിർത്തുന്നു. അവർ അവരെ ആശുപത്രിയിലാക്കുകയും ചെയ്യുന്നു. വിവരമറിഞ്ഞ ശുഭയുടെയും ഗിരീഷിന്റെയും ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് എത്തുന്നു. ഗിരീഷിന്റെ കുടുംബത്തിന് തങ്ങളുടെ മകന്റെ അവസ്ഥ കണ്ട് സഹിക്കാനായില്ല. അവരാകട്ടെ പോലീസിൽ പരാതിയും നൽകി. പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചു. സത്യത്തിൽ എന്താണ് ഗിരീഷിന് സംഭവിച്ചത്? ആരാണ് അവരെ ഉപദ്രവിച്ചത്? വരൂ, ഇന്ന് നമ്മൾക്ക് കർണാടകയിൽ തന്നെ ഞെട്ടിച്ച ഒരു കേസ് സോൾവ് ചെയ്യാം. വെൽക്കം ടു ക്രൈം ഫോളിയോ. ഈ കേസിന്റെ അന്വേഷണ ചുമതല നാനയ്യ എന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ദൃക്സാക്ഷിയായിരുന്ന ശുഭയോട് പ്രതികളെ പറ്റി അന്വേഷിച്ചു. അവൾ അവരുടെ മുഖം ഓർമ്മയില്ലെന്നും പക്ഷെ അവർ 2 പേരുണ്ടായിരുന്നു എന്നും പറഞ്ഞു. വണ്ടി നമ്പർ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല സാർ, ആ സിറ്റുവേഷനിൽ ഞാൻ അതൊന്നും നോക്കിയിട്ടേ ഇല്ല എന്നും അവൾ പറഞ്ഞു. പിന്നീട് ഗിരീഷിന്റെ മാതാപിതാക്കളോട് ഗിരീഷിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് തിരക്കുന്നു. അവന് ശത്രുക്കൾ ആരും തന്നെ ഇല്ല. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാത്ത സ്വന്തം കാര്യം നോക്കുന്ന ശാന്തനായ ഒരു വ്യക്തിയായിരുന്നു തങ്ങളുടെ മകനെന്ന് അവർ പറഞ്ഞു. ശുഭയും ഗിരീഷും ഫ്ലൈറ്റ് ലാൻഡിംഗ് കാണാൻ പോയ സ്ഥലം കവർച്ചയ്ക്ക് പേര് കേട്ട ഒരിടമായിരുന്നു. ചിലപ്പോൾ കവർച്ചയാകാം പ്രതികളുടെ ഉദ്ദേശമെന്ന് പോലീസ് കരുതി. പക്ഷേ പിറ്റേ ദിവസം രാവിലെ 8:05 ഗിരീഷ് മരിച്ചു. അതോടുകൂടി ഈ ഒരു കേസ് കൊലപാതക കേസായി മാറി. 5 മാസങ്ങൾക്ക് ശേഷം ഗിരീഷിന്റെ വീട് അവന്റെ വിവാഹത്തിനായി ഒരുങ്ങാനുള്ളതായിരുന്നു. പക്ഷേ ഇന്ന്, അതായത് 2003 ഡിസംബർ 4 അവന്റെ മരണച്ചടങ്ങിന് ആ വീട് സാക്ഷ്യം വഹിച്ചു. സംഭവം നടന്ന 45 ദിവസമായിട്ടും ഒരു തുമ്പും പോലീസിന് ലഭിച്ചില്ല. 2003 കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെയുള്ള വ്യാപകമായ CCTV ഒന്നും ഇല്ലാത്തതിനാൽ പോലീസ് വല്ലാതെ ബുദ്ധിമുട്ടി. ഇനി എന്ത് എന്ന് ചിന്തിച്ച പോലീസിന് ഗിരീഷിന്റെ വിവാഹ നിശ്ചയ വീഡിയോ പരിശോധിക്കാൻ തോന്നുന്നു. ആ ഒരു തീരുമാനമാണ് ഈ കേസ് തെളിയിച്ചതും. വീഡിയോ കാണാൻ തുടങ്ങിയ നാനയ്യയ്ക്ക് ഒരു വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് സംശയമുണ്ടാക്കി. കാരണം ആ വ്യക്തിക്ക് മാത്രം ഈ എൻഗേജ്മെന്റിൽ ഇഷ്ടമില്ലായിരുന്നു എന്ന് വ്യക്തമാക്കും വിധമായിരുന്നു അവരുടെ ബോഡി ലാംഗ്വേജ്. വീഡിയോ മുഴുവൻ കണ്ടു തീർത്ത നാനയ്യ ശുഭയുടെ വീട്ടിലെത്തി അവളുടെ മൊബൈൽ പരിശോധിക്കാൻ ആരംഭിച്ചു. കോൾ റെക്കോർഡ്സ് പരിശോധിച്ചപ്പോൾ ഡിസംബർ 3, അതായത് സംഭവം നടന്ന ദിവസം ഒരു നമ്പറിലേക്ക് 73 തവണ ശുഭയ്ക്ക് ഇങ്ങോട്ടും അതുപോലെ ശുഭ അങ്ങോട്ടേക്കും കോൾ ചെയ്തിരിക്കുന്നതായി കണ്ടെത്തി. ആ നമ്പർ ഉടമയുടെ വിശദാംശങ്ങൾ ശേഖരിച്ച പോലീസിന് അത് 19 വയസ്സുള്ള അരുൺ വർമ്മ എന്ന ലോ കോളേജ് സ്റ്റുഡന്റിന്റെ നമ്പറാണെന്ന് വ്യക്തമായി. അരുണിനെ സ്റ്റേഷനിലേക്ക് പോലീസ് വിളിച്ചു വരുത്തുന്നു. ഗിരീഷിനെ അറിയാമോ എന്ന പോലീസിന്റെ ചോദ്യത്തിന് തനിക്ക് അങ്ങനെ ഒരു വ്യക്തിയെ അറിയില്ല എന്നും അതുപോലെ നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഡിസംബർ 3 ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല എന്നും അവൻ പറഞ്ഞു. ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് അവനെ വിട്ടയച്ചു. പക്ഷേ അവൻ അറിയാതെ അവർ അവന്റെ ഫോൺ കോൾസ് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അരുൺ ഒരു കോൾ ചെയ്തു.
മറുതലയ്ക്കുള്ള വ്യക്തിയോട് തനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ടെന്ന് അവൻ പറയുന്നു. അതുപോലെ നീ പോലീസ് ചോദിച്ചപ്പോൾ എന്തെങ്കിലും പറഞ്ഞോ എന്ന് കോളിലുള്ള വ്യക്തി ചോദിച്ചപ്പോൾ താനൊന്നും പറഞ്ഞിട്ടില്ല എന്നും അതുപോലെ താൻ പറഞ്ഞ എല്ലാ കാര്യങ്ങൾ പോലീസ് വിശ്വസിച്ചു എന്നും അരുൺ പറഞ്ഞു. അന്ന് ആ എൻഗേജ്മെന്റ് വീഡിയോയിൽ ആ ചടങ്ങ് നടക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന ആളും ഇന്ന് അരുണിനോട് സംസാരിച്ച വ്യക്തിയും ഒരാളായിരുന്നു. അത് മറ്റാരുമല്ല, ശുഭ തന്നെയായിരുന്നു. ആ എൻഗേജ്മെന്റ് ചടങ്ങിൽ അവൾ ഗിരീഷിന്റെ കൂടെ നിന്നിട്ടേ ഉണ്ടായിരുന്നില്ല. അവനെ ഒരു അപരിചിതനെ പോലെയായിരുന്നു അവൾ ട്രീറ്റ് ചെയ്തിരുന്നത്. മുഖത്തൊരു ചിരി പോലും ആ വീഡിയോയിൽ അവൾക്ക് കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. നീണ്ട നേരത്തെ ചോദ്യം ചെയ്യലിൽ അരുൺ കുറ്റം സമ്മതിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് കേട്ട പോലീസ് ഞെട്ടിപ്പോകുന്നു. ഗിരീഷിന്റെ മാതാപിതാക്കളായ വെങ്കിടേഷും പുഷ്പവല്ലിയും മക്കളായ ഗിരീഷിനെ രമേശിനെ വളരെ അച്ചടക്കത്തോടു കൂടിയാണ് വളർത്തിയത്. ഗിരീഷ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അവന് ഇന്ത്യയിൽ നല്ല ഉയർന്ന ശമ്പളത്തോടു കൂടി ജോലി ലഭിച്ചതിനു ശേഷമാണ് വിവാഹാലോചനകൾ തുടങ്ങിയത്. അപ്പോഴാണ് 15 വർഷം മുൻപ് തന്റെ അയൽക്കാരനായിരുന്ന ശങ്കരനാരായണനെ ഗിരീഷിന്റെ അച്ഛൻ വെങ്കിടേഷ് പിന്നെയും കാണുന്നത്. അവരുടെ മകൾ ശുഭ ഇപ്പോൾ ലോ കോളേജിൽ 3ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ശുഭയെ ഗിരീഷിന് വേണ്ടി വിവാഹം ആലോചിച്ചു. അങ്ങനെ നവംബർ 30 അവരുടെ വിവാഹ നിശ്ചയം നടത്താൻ തീരുമാനിച്ചു. ശുഭയ്ക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്ന് ആ ദിവസം തന്നെ മനസ്സിലായ വ്യക്തിയായിരുന്നു അന്ന് അവളെ ഒരുക്കാൻ വന്ന ബ്യൂട്ടീഷ്യൻ. അന്ന് ശുഭ തീരെ ഹാപ്പി ആയിരുന്നില്ല. അതുകൊണ്ട് കാര്യം തിരക്കിയപ്പോൾ ഗിരീഷിനെ പോലെ ഒരു സിമ്പിൾ ആൾക്കാരെ തനിക്ക് ഇഷ്ടമല്ല എന്നും അങ്ങനെയുള്ള ആളെ കല്യാണം കഴിക്കേണ്ടി വന്നാൽ അയാളെ ഞാനങ്ങ് കൊല്ലുമെന്നും അവൾ പറഞ്ഞത് ബ്യൂട്ടീഷ്യൻ പറഞ്ഞു. ഇത് എന്തുകൊണ്ട് അവളുടെ കുടുംബത്തിനോട് അപ്പോൾ പറഞ്ഞില്ല എന്ന പോലീസിന്റെ ചോദ്യത്തിന് താൻ അവരോട് ഇത് പറഞ്ഞുവെന്നും അവരാരും അത് മൈൻഡ് ചെയ്തില്ല എന്നും ആ ബ്യൂട്ടീഷ്യൻ പറഞ്ഞു. ശുഭയ്ക്കൊരു പ്രണയമുണ്ടായിരുന്നു. അവളേക്കാൾ 2 വയസ്സിന് ഇളയതായ അരുൺ വർമ്മയായിരുന്നു അവളുടെ കാമുകൻ. വയസ്സിലെ വ്യത്യാസം കാരണം ശുഭയുടെ പാരന്റ്സ് ഈ ബന്ധത്തെ എതിർത്തു. അവളുടെ എൻഗേജ്മെന്റ് ഗിരീഷുമായി നടത്തുകയും ചെയ്തു. അത് മുടക്കാൻ സാധിക്കാത്ത അരുൺ അവളുടെ വിവാഹം മുടക്കണമെന്ന പദ്ധതിയിട്ടു. ആ പദ്ധതിയുടെ മാസ്റ്റർ മൈൻഡ് ശുഭയായിരുന്നു. ഗിരീഷിനെ കൊന്നാലേ അരുണിനൊപ്പം ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് ഡിസംബർ 3-ാം തീയതി നടന്ന സംഭവങ്ങൾ അരങ്ങേറിയത്. ഗിരീഷ് താൻ എന്തിനാണ് ആക്രമിക്കപ്പെട്ടത് എന്ന് പോലും അറിയാതെ മരിച്ചു. അങ്ങനെ 2004 ജനുവരിയിൽ കൊലപാതകം നടന്ന് 47 ദിവസത്തിന് ശേഷം കേസിലെ മോട്ടീവ് കണ്ടെത്തുന്നു. കോൾ റെക്കോർഡ്സ് കോടതിയിൽ തെളിവായി സമർപ്പിച്ചു. ഒരു ശിക്ഷയും നൽകാതെ 6 കൊല്ലം കേസ് നീണ്ടുപോയെങ്കിലും 2010 കോടതി പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 50,000 രൂപ പിഴയും ചുമത്തി. തെളിവുകളുടെ അഭാവം മൂലം എങ്ങനെ തെളിയിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഒരു കേസ് നാനയ്യ എന്ന ഉദ്യോഗസ്ഥന്റെ മികച്ച അന്വേഷണ രീതി മൂലം തെളിയിക്കപ്പെട്ടു. ഈ കേസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിലൂടെ കാണും വരേക്കും സുരക്ഷിതരായിരിക്കുക.